ഇന്ത്യയിലെ പ്രോട്ടീൻ മാർക്കറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ്. ഓൾ ദീസ് വേ പ്രോട്ടീൻ ബാർസ് അങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ പ്രോട്ടീൻ സപ്ലിമെന്റ്സും തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് കോസ്റ്റ്ലിയാണ്. അതിൻ്റെ കൂടെ മാർക്കറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഇറങ്ങുന്ന പ്രശ്നം വേറെയുമുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പ്രോട്ടീൻ പ്രൊഡക്ട്സ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. ഒരു ഡാറ്റ പ്രകാരം ഏതാണ്ട് 74% ഇന്ത്യക്കാർ, അതായത് ഒരു 4-3 പേര് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് ന്യൂട്രീഷ്യസ് ആയ അഥവാ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. സോ ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം, അമൂൽ ഹാസ് entered the market. Not just the market, Amul has entered the protein market. Amul just എൻ്റർ ചെയ്തെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, they just changed the whole game. മറ്റ് കമ്പനികളെ പോലെ ഒരുപാട് പ്രോട്ടീൻ ബാർസും അല്ലെങ്കിൽ പ്രോട്ടീൻ പ്രൊഡക്ട്സും എന്ന് പറഞ്ഞ് ലേബൽ ചെയ്ത് ഇറക്കുന്നതിന് പകരം they are doing another way. ലൈക്ക് നമ്മൾ ദൈനംദിനം കഴിക്കുന്ന ഫുഡിലെ പ്രോട്ടീൻ എലമെന്റിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് അമൂൽ പ്രൊഡക്ട്സ് വിൽക്കുന്നത്. ഉദാഹരണത്തിന് പ്രോട്ടീൻ ലസ്സി, ഹൈ പ്രോട്ടീൻ മിൽക്ക്, ഹൈ പ്രോട്ടീൻ ബട്ടർ മിൽക്ക്, പ്രോട്ടീൻ കേർഡ്, അങ്ങനെ. അതുപോലെ തന്നെ മറ്റ് വേ പ്രോട്ടീൻ കമ്പനികൾക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് 6 രൂപയോളം വരുമ്പോൾ അമൂലിന് വരുന്നത് വെറും 2.67 രൂപ മാത്രമാണ്. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അറിയാലോ, അമൂൽ എന്ന് പറയുന്നത് ഒരു ഡയറി കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ they are easily extracting whey from their tons of milk, and they even say they are making 20 to 30 liters of whey protein per day.